അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരാനിരിക്കുന്നത് ഈ ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവാണ്. ഈ വിശേഷപ്പെട്ട രാവിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വിശേഷപ്പെട്ട ബറാഅത്തിൻ്റെ രാവിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? അതിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമ്മൾ കരുതുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി ഇബാദില്ലാഹി സ്വാലിഹീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മുസ്ലിം ഉമ്മത്തിങ്ങൾ കാതോർക്കുന്ന പരിശുദ്ധമായ പവിത്രമായ ബർക്കത്താക്കപ്പെട്ട ഒരു പോരിശേറിയ രാവ് ഇനി നമ്മിലേക്ക് കടന്നു വരാൻ സമയങ്ങൾ അധികമില്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ സൂര്യാസ്തമാനത്തോടു കൂടെ മഗ്‌രിബിൻ്റെ ബാങ്കിൻ്റെ വെളി ആഗതമാകുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ ബറാഅത്ത് രാവാണ്. മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, ഈ ഉമ്മത്തീങ്ങൾ കാതോർക്കുന്ന പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷകരവും ആഹ്ലാദവും അതുപോലെ തന്നെ സന്തോഷവും ഉല്ലാസവുമെല്ലാം നിറഞ്ഞ ആ പരിശുദ്ധമായ രാവ് അത് നമുക്ക് സ്വായത്തമാക്കാൻ ഏറെ കഷ്ടപ്പാടുകളൊന്നുമില്ല. വെറും 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് ആ രാവിൻ്റെ പോരിശകളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മളെല്ലാവരും പരിശുദ്ധമായ രാവ് ഇനി സമയങ്ങളില്ല. അതിനാൽ തന്നെ നമ്മിലേക്ക് ആഗതമാകുമ്പോൾ നമ്മളെല്ലാവരും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് മുന്നേ നമുക്ക് ഈ രാവിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഈ പരിശുദ്ധമായ രാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ്, അതായത് ഒരുപാട് ബർക്കത്തുകൾ നേടിയെടുക്കാൻ പറ്റുന്ന, സ്വായത്തമാക്കാൻ പറ്റുന്ന, കൈവരിക്കാൻ പറ്റുന്ന ഒരു പരിശുദ്ധമായ രാവ് എന്നാണ്. അതുപോലെ തന്നെ ബറാഅത്ത് രാവ് എന്നാണ് മറ്റൊരു പേര് വിശേഷിപ്പിക്കുന്നത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മോചന രാവ് എന്നാണ് ഈ പരിശുദ്ധമായ രാവിനെ വിശേഷിപ്പിക്കുന്നത്. എന്തിൽ നിന്നല്ലൊക്കെ മോചനം? നരകത്തിൽ നിന്നുള്ള മോചനം, പാപമോചനം, അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങളിൽ നിന്നുള്ള മോചനം, പിന്നെ നമ്മളെ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം, കടങ്ങളിൽ നിന്നുള്ള മോചനം, അങ്ങനെ A to Z നമുക്ക് എന്തൊക്കെ മോചനം, എന്തിൽ നിന്നെല്ലാം നമുക്ക് മോചനം കരസ്ഥമാക്കണോ, അല്ലെങ്കിൽ ഏതിലെല്ലാം മോചനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കണോ, അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു പരിശുദ്ധമായ രാവാണ് നമ്മിലേക്ക്, ഈ മുസ്ലിം ഉമ്മത്തിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ മോചന രാവ് എന്ന് പറയുന്നത്. കൂടാതെ മഹത്തുക്കൾ, മഹാന്മാരെല്ലാം വിശേഷിപ്പിക്കുന്നത് മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇജാബത്ത് ലഭിക്കുന്ന, ഉത്തരം ലഭിക്കുന്ന, ഏതൊരാൾക്കും തൻ്റെ യജമാനനോട് പരാതികൾ ബോധിപ്പിക്കാൻ, അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നാഥൻ്റെ മുന്നിൽ ഇരുകരങ്ങൾ ഉയർത്തി അവതരിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടന്ന് ഉത്തരങ്ങൾ ലഭിക്കുന്ന ഒരു പരിശുദ്ധമായ രാവാണ് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇത്രത്തോളം പോരിശയുള്ള
ബർക്കത്തുള്ള മഹത്വരമുള്ള പവിത്രതയുള്ള ഈ ലൈലത്തുൽ ബറാഇന്റെ രാവിൽ നമ്മൾ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ രാവിന്റെ എല്ലാ മേന്മകളും എല്ലാ ബർക്കത്തുകളും എല്ലാ പോരിശകളും നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതിനാൽ നമ്മൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 യാസീൻ പാരായണമാണ്. അത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇതിനു മുന്നേ അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ചില ആളുകൾക്കൊന്നും യാസീൻ സൂറത്ത് അത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്നും അതിനെന്തൊക്കെയാണ് നിയ്യത്ത് വെക്കേണ്ടതെന്നും അത് ഏത് ടൈമിലാണ് പാരായണം ചെയ്യണമെന്നും ഇതിനെക്കുറിച്ചുള്ളൊന്നും ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ വ്യക്തമായ ഒരു അറിവില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ നമ്മൾ യാസീൻ സൂറത്ത് ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതുന്ന കാര്യമാണ്. അതിനാൽ തന്നെ 3 യാസീൻ സൂറത്ത് ഓതുന്നതിൽ മഹാന്മാരിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മഗ്‌രിബിൻ്റെ സമയത്ത് സൂര്യാസ്തമനത്തിന് ശേഷം മഗ്‌രിബ് വാങ്ക് വിളിച്ചതിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്നതിലാണ് നമുക്ക് കൂടുതൽ നന്മകളുള്ളതും അതുപോലെ തന്നെ കൂടുതൽ പോരിശുള്ളതും. അതിനാൽ ഒന്നാമത്തെ നിയ്യത്ത് എന്ന് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും തനിക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത്. അതിനാൽ തന്നെ യാസീൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ നിയ്യത്തിൽ കൊണ്ടുവരേണ്ടത് തൻ്റെ പ്രിയപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാസീൻ സൂറത്ത് ഓതുന്നത് എന്നുള്ള നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ആദ്യത്തെ യാസീൻ സൂറത്ത് പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തെ നമ്മൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യേണ്ടത് തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഉപജീവന മാർഗത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മൾ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. അങ്ങനെയല്ല അവിടെ നമ്മൾ ദുആ ചെയ്യേണ്ടത്. നമ്മുടെ ഉപജീവന മാർഗത്തിൽ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ആ സാഹചര്യത്തിൽ വ്യാപാരമാണെങ്കിലും അതുപോലെ തന്നെ കടകളാണെങ്കിലും കൃഷികളാണെങ്കിലും എല്ലാം നമ്മൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വാഹനമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും പിന്നെ മക്കളാണെങ്കിലും ഭാര്യമാരാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം മുൻനിർത്തിയാണ് നമ്മൾ ദുആ രണ്ടാമത് ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഉപജീവന മാർഗത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത്. മൂന്നാമത് നമ്മൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുന്നതിൽ നിയ്യത്ത് വെക്കേണ്ടത് തനിക്കും തൻ്റെ കുടുംബത്തിനും ഈമാനോട് കൂടി ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരണപ്പെടും. ആ മരണപ്പെടുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൻ്റെ പാതയിൽ മരണപ്പെടണം എന്നതാണ്. അതിനാൽ തന്നെ ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ യാസീൻ പാരായണം ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉടയവരും ഉറ്റവരുടയവരുമായിട്ടുള്ള അവരുടെ ഖബർ വിശാലമാകാനും അവരുടെ ബർസഖി ജീവിതം സുന്ദരമാകാനും വിശാലത ഉണ്ടാകാനും അതുപോലെ തന്നെ അവരുടെ അദാബുകളെല്ലാം നീങ്ങി സൗഖ്യം നേടാനും വേണ്ടിയിട്ടും അവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മൾ മൂന്നാമത്തെ യാസീൻ സൂറത്തിൽ നിയ്യത്ത് വെക്കേണ്ടത്. ഇനി യാസീൻ സൂറത്തിന്റെ മര്യാദയിൽ നമുക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ ഖുർആന്റെ കാര്യത്തിലേക്ക് വരാം. ഖുർആൻ നമ്മൾ എടുക്കുന്നതും ചുംബിക്കുന്നതും അതുപോലെ തന്നെ അതിലേക്ക് നോക്കലും
എല്ലാം വളരെ ശ്രേഷ്ഠമാണ്, വളരെ പുണ്യമാണ്. അത്രത്തോളം പുണ്യമുള്ള ഒരു കാര്യവുമില്ല. നമുക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് അതിലേക്ക് നോക്കുന്നത് പുണ്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം സഹോദരന്മാരാണെങ്കിൽ പള്ളിയിലും സഹോദരിമാരാണെങ്കിൽ അവരുടെ ഭവനത്തിലും വെച്ച് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് നോക്കി ഓതാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനാൽ തന്നെ അന്ന് നമ്മൾ മൊബൈല് നോക്കി കണ്ടു ഓതാനുള്ള ആ ഒരു ത്വര, ആ ഒരു താല്പര്യം നമ്മൾ മാറ്റിവെക്കണം. കാരണം ഇത്രത്തോളം ബർക്കത്തും പവിത്രതയും മേന്മയും നിറഞ്ഞ ഈ പരിശുദ്ധമായ ബറാത്തിന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഒന്നാം ആകാശത്തുണ്ടാവും. ആ ഒന്നാം ആകാശത്ത് അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവിടെ സജ്ജമാകുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു പറയുന്നു, നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. അത്രത്തോളം പ്രാധാന്യമുള്ള, മഹത്വമുള്ള, പവിത്രതയുള്ള, പോർഷ്യയുള്ള രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ രാവ്, ബറാത്ത് രാവും അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ, ഈ 2 രാവുമാണ് മാലാകന്മാർക്ക്, അള്ളാഹുവിൻ്റെ കോടാനുകോടി മാലാകന്മാർക്ക് പെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള 2 പെരുന്നാൾ പോലെ അവർക്കും അവരുടെ വാനലോകത്ത് പെരുന്നാളുണ്ട്. ഈ 2 പെരുന്നാൾ, ഒന്ന് ലൈലത്തുൽ ഖദറിൻ്റെ രാവും രണ്ടാമത്തെ ബറാത്ത് രാവിൻ്റെ രാവുമാണ്. ആ രാവിലെ അവർ ഇഷ്ടം പോലെ അവരുടെ യജമാന്, അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ദിക്ർ ചൊല്ലുകയും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലലും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ട് അവർ വാനലോകത്ത് ഒന്നാം ആകാശത്ത് ഒരുമിച്ച് കൂടുകയും അതുപോലെ തന്നെ ധാരാളം സ്വലാത്തും ദിക്റും മജ്ലിസുമായിട്ട് അവർ കഴിഞ്ഞു കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ദുആ ചെയ്യുകയും അവരുടെ നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് ദുആ ഇരിക്കുന്നൊക്കെ ഒരു സന്ദർഭമാണ് ഈ നമ്മുടെ ബറാത്ത് രാവിൻ്റെ ആ ഒരു സമയം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മൊബൈൽ നോക്കി ഖുർആൻ ഓതുന്ന ആ ഒരു പ്രവണത അത് നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് ഞാൻ അത്രത്തോളം വിനീതമായി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഖുർആൻ നോക്കി ഒരു യാസീൻ നോക്കി ഓതുന്ന ഒരാൾക്ക് 7 യാസീൻ ഓതിയ പ്രതിഫലമാണ്. അതിനാൽ തന്നെ ഒരു യാസീൻ ഓതുന്ന ആൾക്ക് 1000 ഖത്തം തീർത്ത പ്രതിഫലമാണ്. അപ്പം 1000 × 7 എത്ര പ്രതിഫലം കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്രത്തോളം മഹത്തരമാണ്. അതായത് ഒരു യാസീൻ ഓതുന്ന ആൾക്ക് 7 യാസീൻ ഓതിയ പ്രതിഫലം, ഒരു യാസീൻ തീർത്ത ആൾക്ക് 12 ഖത്തം തീർത്ത പ്രതിഫലം. അപ്പം അത്രത്തോളം മഹത്തരമുള്ള, പവിത്രതയുള്ള ഈ പരിശുദ്ധമായ രാവിൽ നമ്മളെല്ലാവരും യാസീൻ സൂറത്ത് കണ്ട് നോക്കി ഓതാൻ വേണ്ടി ശ്രമിക്കണം. സഹോദരന്മാരെ, ബറാത്തിന്റെ രാവിന്റെ സമയത്ത് ഏതാനും പള്ളികളിൽ ജനനിബിഡമായിരിക്കും ആളുകളെ കൊണ്ട്. അതിനാൽ തന്നെ ആ സമയത്ത് ഇഷ്ടംപോലെ ഖുർആനുകൾ സെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും അതെല്ലാം നിരാകരിച്ചുകൊണ്ട് അവർ തൻ്റെ മൊബൈൽ നോക്കി ഓതുന്ന ആ ഒരു പ്രവണത അത് നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒളുവെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, അതിൽ നമുക്ക് ഒരു ഇളവ് തന്ന ആ ഒരു സാഹചര്യത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. കാരണം അത് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നതാണ്. അതിനാൽ തന്നെ പവിത്രമായ പോരുഷിയായ ഈ ബറാത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കി കണ്ടുകൊണ്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടാതെ സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും, പീരീഡ്സിൻ്റെ സമയം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ രോഗമായിട്ടുള്ള ആളുകളുണ്ടാവും. ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഷാബാൻ മാസം നമ്മുടെ
ഷഹബാനു ഷഹരി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹ പ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹമായ പവിത്രമായ അവിടത്തേക്ക് പ്രിയമുള്ള ഇഷ്ടപ്പെട്ട ഈ ഷാബാൻ മാസത്തിൽ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതാണ് പ്രതിവിധിയായിട്ടുള്ളത്. അതിനാൽ തന്നെ എങ്കിലും ഒരു 100 സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് ആദ്യത്തെ നിയ്യത്ത് എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞ് ആ നിയ്യത്തോടു കൂടി നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ രണ്ടാമത്തെ നിയ്യത്ത് എന്താണോ പറഞ്ഞത് അതുപോലെ നിയ്യത്ത് ചെയ്യുക. മൂന്നാമത്തെ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം മൂന്നാമത് നമ്മൾ എന്താണോ നിയ്യത്ത് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ച് അതുപോലെ നിയ്യത്ത് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാവിനെ ഭദ്രമാക്കിയാൽ, ഈ രാവിനെ നമ്മൾ സ്വായത്തമാക്കിയാൽ അൽഹംദുലില്ലാ തീർച്ചയായിട്ടും നമ്മളെ പരിപാലിക്കുന്ന നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും ഈ രാവിന് കൊടുക്കുന്ന ഒരു പ്രതിഫലം അതെന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അത്രത്തോളം പവിത്രമായ ശ്രേഷ്ഠമായ ബർക്കത്തുള്ള രാവാണ് ഈ രാവ്. അത്രത്തോളം ബർക്കത്താണ്. ഇതിൻ്റെ അത്ര ബർക്കത്ത് ഇനി ഏതൊരു രാവിനും ഇല്ല. അപ്പം അത്രത്തോളം മഹത്വരമാണ്. ഞാനൊരു ഇത് പറഞ്ഞു തരാം, ഒരു സാഹചര്യം പറഞ്ഞുതരാം. 4 നബിമാർ ഇന്ന് നമ്മുടെ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന 4 നബിമാരിൽ ഏറ്റവും പ്രശസ്തമായ ഒരു നബിയാണ് ഈസാ നബി എന്ന് പറയുന്നത്. അദ്ദേഹം വാനലോകത്ത് ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വാനലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബറാത്തിന്റെ രാവിൽ നൽകുന്ന ഓഫർ, അതിൻ്റെ ആ ഒരു പ്രാധാന്യം, അതിൻ്റെ ആ ബർക്കത്തുള്ള ആ ഒരു മഹത്തരമായ രാവിൽ ഈ ഉമ്മത്തീങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു സ്ഥാനം, ഇത് മോഹം കൊണ്ട് അവിടുത്തെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായി. ലൈതനീമിൻ മുഹമ്മദ് ഉമ്മത്ത് എന്നാണ് അവിടെ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അള്ളാഹുവെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉമ്മത്തായിട്ട് ജനിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയ, ആശിച്ചു പോയ ഒരു രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. കാരണം എന്താണെന്നറിയോ? 400 വർഷത്തോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലം, അതിലേറെ നമ്മൾ ഇബാദത്ത് ചെയ്ത, ഇബാദത്ത് കൊണ്ട് ധന്യമായ ആ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു പരിശുദ്ധമായ രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത്. 400 വർഷത്തോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രിയം വെച്ച്, ഇഷ്ടം വെച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നതാ. വേറെ ഒരു ഉമ്മത്തീങ്ങൾക്കും, നമ്മളിൽ നിന്ന് കടന്നു പോയ ഒരു ഉമ്മത്തീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം ഓഫർ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ലൈലത്തുൽ ഖദർ, റമളാൻ മാസത്തിലെ പോരുഷിയായ 27 രാവിൻ്റെ ലൈലത്തുൽ ഖദർ, ഇതും ഈ ഉമ്മത്തീങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകിയ വേറെ ഒരു ഉമ്മത്തീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫറായിട്ട് നൽകില്ല. അപ്പം അത്രത്തോളം നമുക്ക് ഓഫറായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിനെ സമ്മാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ രാവിനെ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ രാവിനെ അങ്ങനെ ഒരു ഇതില്ല, ഈ രാവ് അങ്ങനത്തെ രാവൊന്നുമില്ല എന്ന് ഈ രാവിനെ നിരാകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ രാവിലെ നമ്മൾ തീർച്ചയായിട്ടും ഈ രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അത്രത്തോളം മഹത്വരമായ പവിത്രമായ പരിശുദ്ധമായ രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദുആ ചെയ്യലാണ്. ഞാൻ പറഞ്ഞല്ലോ, 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വന്നുകൊണ്ട്, അതായത് അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവിടെ ഒരുമിച്ച് കൂടും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഭൂമി ലോകത്ത് ആരാണ് തനിക്ക് വേണ്ടിയിട്ട്, അതായത് അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി തന്നോട് ദുആ ചെയ്യുന്നത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്താണോ ചോദിക്കുന്നത് അത് നൽകുക തന്നെ ചെയ്യും. രോഗത്തിൽ നിന്ന് ശമനം വേണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നൽകും. ആരോഗ്യമുള്ള ദീർഘായുസ് വേണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുപോലെ തന്നെ സന്താനങ്ങൾ വേണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മൾ എന്ത് A to Z എന്ത് ആവശ്യങ്ങളാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ നിരത്തി വെക്കുന്നത്,
എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ തയ്യാറായ രാവാണ് പരിശുദ്ധമായ ബറാഅത്ത് രാവ്. അതിനാൽ തന്നെ ഈ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ എന്താണോ ചോദിക്കേണ്ടത് അത് നമുക്ക് ചോദിക്കാം. അപ്പം അത്രത്തോളം മഹത്വരമായ പവിത്രമായ ഈ രാവിനെ നമ്മൾ കളങ്കപ്പെടുത്തരുത് എന്നാണ് ഈ അവസരത്തിൽ വിനീതമായിട്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. മൂന്നാമതായി പറയാനുള്ളത് നോമ്പ് നോക്കലാണ്. നോമ്പ് അത് അത്രത്തോളം പ്രാധാന്യമുള്ള വേറെ ഒരു കാര്യവുമില്ല. കാരണം ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലെ നോമ്പ് വ്രതമെടുത്ത അത്രയും വ്രതം ഒരു മാസത്തിലും ഞാൻ എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ പരിശുദ്ധമായ ഷാബാൻ മാസമാണിത്. അതിനാൽ തന്നെ കൂടുതൽ ഇബാദത്ത് കൊണ്ട് ധന്യമായതും അതുപോലെ തന്നെ വ്രത അനുഷ്ഠാനങ്ങൾ കൂടുതൽ നടത്തിയതും തങ്ങൾ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ്. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള മഹത്വമുള്ള ഈ മാസത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസവും നമ്മൾ നോമ്പനുഷ്ഠിച്ചില്ലെങ്കിൽ പോലും ഷാബാൻ മാസത്തിൻ്റെ ഈ പരിശുദ്ധമായ ഈ 15ാമത്തെ ദിവസം, അതായത് ചൊവ്വാഴ്ച, അന്നാണ് നമുക്ക് നോമ്പായിട്ട് വരുന്നത്. അന്ന് നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം. സഹോദരിമാർക്ക് സാധിക്കില്ല, അത് തീർച്ചയായിട്ടും നമുക്കറിയാം. പക്ഷേ പിന്നീട് അത് കലാവ് കിട്ടിയാൽ മതി. ഷാബാൻ മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ ബറാത്തിന്റെ സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന രീതിയിൽ കലാവ് വീട്ടിക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ രോഗികളാണെങ്കിലും പിന്നീടുള്ള അവർക്ക് പറ്റുന്ന ആ ഒരു സമയത്ത് കലാവ് വീട്ടിയാൽ മതിയാവും. എന്നാൽ ആരോഗ്യവും അതുപോലെ തന്നെ ആ സമയത്ത് അതിനുള്ള അവസരം ഉണ്ടായിട്ട് പോലും അതിന് ഉപയോഗപ്പെടുത്താത്തവർക്ക് തീർച്ചയായിട്ടും തീരാ നഷ്ടമായിരിക്കും. അതിനാൽ തന്നെ അന്ന് നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ നമുക്ക് 4 നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധമായ ഷാബാൻ മാസത്തിന്റെ ബറാത്തിന്റെ നോമ്പിനെ ഞാൻ നോൽക്കുന്നു, അല്ലെങ്കിൽ ഷാബാൻ 15ന്റെ നോമ്പിനെ ഞാൻ നോൽക്കുന്നു എന്നൊരു നിയ്യത്ത് വെക്കാം. രണ്ടാമത്, റംലാൻ മാസത്തിൽ നമുക്ക് കളായി പോയ നോമ്പുണ്ടാവുമല്ലോ, അപ്പൊ ആ കളായി പോയ നോമ്പിനെ നോറ്റി വിട്ടുന്നു, അങ്ങനെ ഒരു നോമ്പ് വെക്കാം. മൂന്നാമതായി നമുക്ക് അയ്യാമുൽ ബീൽ, വെളുത്ത രാവ് എന്ന് വിശേഷിപ്പിക്കുന്ന 13, 14, 15 ഈ രാവിലെ 15ാമത്തെ ദിവസമാണ് നമുക്ക് ആ നോമ്പ് വരുന്നത്. അതിനാൽ അയ്യാമുൽ ബീലിന്റെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന നിയ്യത്തും വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു 3 ഇതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നിയ്യത്ത് കൊണ്ട് നോമ്പിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ആ നോമ്പിൽ ഇങ്ങനെ നിയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ 3 ഇതിൻ്റെയും നമുക്ക് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അതിനാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് ഈ രാവിനെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നൽകും. അതിനാൽ തന്നെ എല്ലാവരും മാക്സിമം ഈ പരിശുദ്ധമായ രാവിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് വിനീതമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ, വയസ്സായ ആളുകൾ, അവർക്കൊരു ധാരണയുണ്ട്. ഇത് മക്കളും അതുപോലെ തന്നെ നമ്മുടെ പ്രായം കുറഞ്ഞ ആളുകളൊക്കെയാണ് പരിശുദ്ധ ഖുർആന് ഈ സമയത്തൊക്കെ ഓതേണ്ടത് എന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുത്താലും ചുംബിച്ചാലും അതുപോലെ തന്നെ നോക്കി ഓതിയാലും ഒക്കെ പ്രതിഫലമാണ്. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ രാവിലെ എല്ലാവരും മുസ്ആഫ് കണ്ട് നോക്കി ഓതാനം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനാൽ തന്നെ ഖുർആനെ തപ്പിപ്പിടിച്ചുകൊണ്ട് ഓതാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഓതുകയാണെങ്കിൽ 2 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഒന്ന് ഖുർആൻ ഓതുന്നതും, 2 ആ പ്രയാസപ്പെട്ട് ഓതുന്നതിൻ്റെയും കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. തീരെയും ഓതാൻ അറിയാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധിയാണ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത്. മുത്ത് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ രാവിനെ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ യാസീൻ സൂറത്ത് ഓതുന്ന ആ ഒരു സന്ദർഭത്തിൽ യാസീൻ അൽ ഖുർആൻ ഹക്കീം എന്ന് ഓതുമ്പോൾ അത് തെറ്റായ പാരായണമാണ്. കാരണം യാസീൻ അൽ ഖുർആൻ ഹക്കീം എന്ന് പറയുമ്പോൾ അത് തെറ്റായ പാരായണം എന്ന് പറയുമ്പോൾ കാരണം
യാസീനിലോടത്ത് ആ സീനിലോടത്ത് നമ്മൾ മദ് ഉച്ചരിച്ചു കൊണ്ടാണ് ഓതേണ്ടത്. അപ്പോൾ ആ ഒരു പാരായണം തെറ്റാണ്. അതുപോലെ തന്നെ യാസീൻ അതും തെറ്റാണ്. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ യാനെ നീട്ടിയിട്ട് യാസീൻ ഓതുമ്പോൾ അതും തെറ്റായ പാരായണമാണ്. അതിന് നമ്മൾ ഓതേണ്ടത് എങ്ങനെ? യാസീൻ സീനെ നീട്ടിയിട്ട് ഓതണം. ആ ഓതുമ്പോഴാണ് ശരിയായ പാരായണമാണ്. അല്ലെങ്കിൽ അതൊരു തെറ്റായ പാരായണം ആവുകയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്ക് നമ്മൾ അത് ഹദിയ ചെയ്യുമ്പോൾ അത് അവർക്ക് എന്താ പറയുക, അവർക്ക് ഖബറിലേക്ക് ഉപകാരപ്പെടാതാവുകയും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ ഇരിക്കുകയും പിന്നെ അത് തിന്മയ്ക്ക് വക ഒരുക്കുകയും ചെയ്യും. അതിനാൽ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കി കണ്ട് ഓതുമ്പോൾ അർഫുകളെല്ലാം ഉച്ചാരണമെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഒരു അർഫും വിടാതെ അതിൻ്റെ ആ ഒരു ഭംഗിയോട് കൂടി പരിശുദ്ധ ഖുർആൻ ഓതണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാഹ്. ഇനി മറ്റൊരു ടോപ്പിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ ബറാത്തിന്റെ രാവിൽ നമ്മൾ പ്രത്യേകം ചെല്ലേണ്ട ദിക്റുകളും ദുആകളും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇനി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ബറാത്തിന്റെ രാവിൽ 4 വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കുകൾ എത്തില്ല, മലക്കുകൾ വരില്ല. കാരണം അവർ എന്ത് ചെയ്തിട്ടും അന്നത്തെ രാവിലെ അവർ എത്ര തല കുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം അവരെന്ത് ഇബാദത്തുകൊണ്ട് ധന്യമായിട്ട് കാര്യമില്ല. അവരുടെ ഭവനങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാലാഖന്മാർ പ്രവേശിക്കില്ല. അവർ ആരൊക്കെയാണ്? ഈ വീടുകൾ ഏതൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് അറിയേണ്ട നമുക്ക് ഇതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയത്തിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കാം. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ യാസി വ്ളോഗിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല നല്ല ഇസ്ലാമിക് ടോപ്പിക് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അൽഹംദുലില്ലാഹ്. നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഈ വിനീതനെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞാനും ഉൾപ്പെടുത്തുന്നതായിരിക്കും.